ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് വീണ്ടും പുതിയൊരു സിനിമയുടെ ഒപ്പീനിയനുമായിട്ട് വന്നു. റിവ്യൂ എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. പ്രമുഖ സിനിമാ താരങ്ങളുടെ ഫ്ലോപ്പ് സിനിമകളെ കുറിച്ച് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കരയുന്ന സിനിമ ഇൻഡസ്ട്രിയെ ഓർത്ത് ദുഃഖിക്കുകയാണ്. അഞ്ചക്കള്ളക്കോക്കാൻ ആ സിനിമയാണ് കണ്ടത്. അപ്പോൾ വളരെ ലേറ്റ് ആയിട്ടാണ് എന്റെ റിവ്യൂ വരുന്നതെന്ന് അറിയാം. ഒരുപാട് ആൾക്കാർ ഈ സിനിമ കണ്ടു, അതിന്റെ റിവ്യൂസ് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. എനിവേ എന്താണെങ്കിലും സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാതിരുന്നു കഴിഞ്ഞാൽ മോശമല്ലേ. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഞ്ചക്കള്ളക്കോക്കാൻ നമ്മുടെ ചുരുളിയൊക്കെ പോലെ തന്നെ ഒരു സ്ഥലം, അതായത് കാളഹസ്തി എന്ന് പറയുന്ന കർണാടക കേരള ബോർഡറിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തെ കുറെ മനുഷ്യരും അവരുടെ ജീവിതങ്ങളും ഒക്കെയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. പക്ഷെ നാടകത്തിന്റെ ശൈലി, അതിനെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് ഒരു വെസ്റ്റേൺ സ്റ്റൈല് പിടിച്ച് ഒരു കിടിലൻ മേക്കിങ്ങിലൂടെ ഉല്ലാസ് ചെമ്പൻ ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സോ വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി ഈ ഒരു സിനിമയുടെ എല്ലാ മേഖലയും പറയേണ്ടിയിരിക്കുന്നു. അത് ഭയങ്കര ക്വാളിറ്റി മേക്കിംഗ്, ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ്, ഒരു ഗംഭീര ഓഡിയോ ട്രീറ്റ് ആണ്. ഒറ്റ വേർഡിൽ അത്രയും പറഞ്ഞു നിർത്തും, ഒരു ക്വാളിറ്റി സ്റ്റഫാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം ഇതിൽ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഇതിന്റെ നറേഷനാണ്. ബിക്കോസ് അത് ഒരു എന്താ പറയാ, ഒരു നാടകത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ, ആ ഒരു സംഭവത്തിനെ എടുത്തു വെച്ചിരിക്കുന്നത്, അതും വളരെ ചെറിയൊരു സ്റ്റോറി ലൈൻ, നമ്മളൊക്കെ കണ്ട് പഴകിയ ഒരു സ്റ്റോറി ലൈൻ, അതിനെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അസാധ്യം സ്റ്റൈലിലാണ്. അത് കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ ഒരു സെക്കൻഡ് ലാഗ് ഫീൽ ചെയ്യാത്ത ഒരു ഗംഭീര മേക്കിംഗ്. അത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് സിനിമാറ്റോഗ്രഫിയാണ്. ഒരു രക്ഷയിൽ, ഒരു അർമോ എന്നാണ് പുള്ളിക്കാരന്റെ പേര്, പുള്ളിക്കാരൻ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ മേക്കിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ഒരു എക്സ്ട്രീം കിഡിലായിട്ട്. ചില ഷോർട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കോങ് വേഴ്സസ് ഗോഡ്സില്ലയിലൊക്കെ കണ്ട പോലത്തെ ഗംഭീര സാധനങ്ങൾ, അടിപൊളി വിഷ്വലും ഒരു രക്ഷയില്ല കേട്ടോ. അതിനനുസരിച്ചുള്ള ഗ്രേഡിങ്ങും എഡിറ്റിങ്ങും ഇത് കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഡിയൻസിന് അതിന്റെ ഒരു കാലഘട്ടം, ആ ഒരു ടൈമിങ്, അതിനനുസരിച്ചുള്ള ഒരു കളറിങ് ഒക്കെ കൊടുത്തിരിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കണക്ട് ആവും, കൺവേ ആവും. അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒന്നും നമ്മളെ മെൻഷൻ ചെയ്യാതെ വളരെ നാച്ചുറലായിട്ട് എന്താണ് ആ ഒരു സിനിമയുടെ മൂഡ്, എന്താണ് ആ ഒരു സിനിമ ഉള്ളൊരു പീരീഡ് ഏതാണ്, ഇതൊക്കെ വളരെ രസകരമായിട്ട് നമ്മളെ നോർമലി ആ ഒരു വിഷ്വലിലൂടെ തന്നെ കൊണ്ടുപോകാണ്. ചാപ്ര എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യന്റെ കൊലപാതകം നടക്കുന്നു. അതിനുശേഷം ആ സ്ഥലത്ത് പ്രത്യേകിച്ച് ഇലക്ഷന്റെ ടൈം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് അവിടെ നടക്കുന്ന കോലാഹലങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ പ്രകടനങ്ങളും. ഒരാളെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. സിംപ്ലി എല്ലാവരും ഗംഭീര പ്രകടനങ്ങളായിരുന്നു. അതിപ്പോ തുടക്കം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്പൻ സ്വന്തം ബ്രദറിന്റെ സിനിമയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ തന്നെ പുള്ളിക്കാരനെ അഴിഞ്ഞാടാൻ പറ്റിയൊരു വേഷമാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നടവരമ്പരം എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് പുള്ളിക്കാരനെ അഴിഞ്ഞാടിയിട്ടുണ്ട്. ഒരു കിടിലൻ ക്യാരക്ടറാണ്. കിടിലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗംഭീര ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ലുക്മാൻ. ഒരു സിംപ്ലി പുള്ളിക്കാരൻ ആ കഥാപാത്രത്തിനെ എത്ര അടിപൊളിയായിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് വെച്ച് തന്നിരിക്കുന്നത് എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അടിപൊളി പെർഫോമൻസ് ആണ്. ക്ലൈമാക്സിനോടൊക്കെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ തകർത്താടിയിട്ടുണ്ട്. പത്മിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന മേഘ തോമസ് അടിപൊളിയാണ്. പുള്ളിക്കാരിയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരനോട്, അടിപൊളിയാണ്. ഒരു കിടിലം പഞ്ച് സീനാണ് അതൊക്കെ. അതുപോലെ തന്നെ മണികണ്ഠനാചാരി, പിന്നെ ശ്രീജിത്ത് രവി, സെന്തിൽ കൃഷ്ണ, മെറിൻ ജോസഫ്, പിന്നെ പ്രമോദ് വെളിയനാണ്. അതുപോലെ തന്നെ ഈ ചാപ്രയുടെ മക്കളായിട്ട് വരുന്ന ഗില്ലാപ്പികൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടവന്മാർ ഒരു രക്ഷയില്ല. ഒരാൾ അങ്കമാലി ഡയറീസിലും ഒരാൾ കമ്മട്ടിപ്പാടത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു രക്ഷയില്ല. ഇവന്മാരുടെ ഇൻട്രോ തൊട്ട് പിന്നെ ഇവന്മാർ ഏത് സീക്വൻസിൽ വന്നാലും മാസാണ്. അതിനനുസരിച്ചാണ് ആ BGM ചെയ്തു വെച്ചിരിക്കുന്നത്. എന്റെ മോനെ ഒരു രക്ഷയില്ല. അസാധ്യ BGM. ഈ സിനിമയുടെ ആകെ ഒരു കുറച്ച് ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി എങ്ങനെയാണ് നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിന്റെ ഒരു പീക്ക് ലെവൽ ഉണ്ടല്ലോ, ഒരൊറ്റ കേറക്കമാണ്. ആ ഒരു കേറക്കം പിന്നെ അങ്ങോട്ട് താരൂല. അത് ഭയങ്കര രസമായിട്ടാണ്. ഒരു സെക്കൻഡ് ലാഗ് ഇല്ലാതെ ഓഡിയൻസിനെ കറക്റ്റ് ആയിട്ട് ആ പൾസിനെ പിടിച്ചിരുത്തും. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഷാർപ്പ് സീക്വൻസ് ഉണ്ട്. അവിടുത്തെ ഒരു ഫൈറ്റ് ഉണ്ട്. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് വരും. ഇന്റർവെല്ലിന് മുമ്പാണ്. പക്ഷെ ആ BGM-ഉം ആ ഫൈറ്റും ഒക്കെ കൂടെ അങ്ങോട്ട് കയറി അങ്ങോട്ട് കൊളുത്തുമ്പോൾ കിട്ടുന്നൊരു പഞ്ചുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതിനകത്ത് ആ ഗില്ലാപ്പികൾ എന്ന് പറയുന്നത് രണ്ടവന്മാരുടെ തകർപ്പും പ്രകടനമാണ്. അവരൊക്കെ അഴിഞ്ഞാടുവാണ് ആ സാധനത്തിനകത്ത്. മറ്റവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ്, അത് ഒരര മണിക്കൂർ അങ്ങ് നിർത്തി കാത്തിച്ച് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇനി സംഭവിക്കാൻ പോണത് നമുക്ക് ഒരു ഐഡിയയും തരൂല. പക്ഷെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് എന്തും സംഭവിക്കാം. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് കയറ്റുന്നതും ബിൽഡ് ചെയ്യുന്നതും ഒക്കെ
വളരെ 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 പെർഫെക്റ്റ്. ഒരു ഓഡിയൻസ് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഈ സിനിമയുടെ ക്ലൈമാക്സും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് എണീക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. എസ്പെഷ്യലി ആ BGM അങ്ങോട്ട് കേട്ട് തീർന്ന് ഫുൾ അങ്ങോട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സൈലൻസ്, അതിനു മുമ്പ് വരെ നമ്മൾ എവിടെയായിരുന്നു നിന്നെന്നുള്ളത് ആലോചിക്കുന്ന പറയാൻ പറ്റൂല. അതിനനുസരിച്ചുള്ള വിഷ്വൽ മേക്കിങ്, എഡിറ്റിങ്, ഗ്രേഡിങ്, പക്ക അടി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ഭയങ്കര ഭയങ്കര നാച്ചുറാലിറ്റിയാണ്. ഇപ്പൊ ചില സിനിമകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നായകന്റെ അല്ലെങ്കിൽ വില്ലന്റെ വീട്ടിൽ കയറി 2 ഇടി ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തട്ടിയാൽ പൊട്ടിപ്പോണ തടിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിനകത്തും അത്യാവശ്യം ഒരു ക്വാളിറ്റി മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റ് സീക്വൻസിനൊക്കെ കിട്ടാവുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ തിയേറ്റർ തന്നെ കാണാൻ പറ്റിയ ഒരു ഗംഭീര മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് അഞ്ചക്കള്ളക്കോക്കാൻ. നിങ്ങൾ ഇത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് കണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ ഇരുന്ന് കണ്ടിട്ടോ വലിയൊരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് തിയേറ്ററിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള, നല്ല അടിപൊളി വിഷ്വൽ ക്വാളിറ്റിയും അല്ലെങ്കിൽ നല്ല സ്ക്രീനും നല്ല സൗണ്ട് ക്വാളിറ്റിയും കിട്ടുന്ന ഒരു തിയേറ്റർ ചൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇൻ ഷോർട്ട് മലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പൊ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അപ്പൊ ചാനൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ വീണ്ടും കാണാം.